എങ്ക പാത്താലും ശ്രീജുൻ വൈബ്, എങ്ക പാത്താലും ശ്രീജുൻ വൈബ്. എന്താ കറക്റ്റ് അല്ലേ? ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയണേ. എവിടെ ഇപ്പോൾ ഏത് ചാനൽ എടുത്താലും ശ്രീതു അർജുൻ, അർജുൻ ശ്രീതു, ഇത് മാത്രമേ ഉള്ളൂ. എല്ലാതും വ്യൂസ് 1 lakh അല്ലെങ്കിൽ 10 lakh എബോവ് എല്ലാ വ്യൂസും അങ്ങനെയാണ്. അപ്പോൾ അർജുൻ്റെയും ശ്രീതുവിൻ്റെയും ഇൻ്റർവ്യൂവിന് കട്ട വെയിറ്റിംഗ് ആയിരുന്നു നമ്മളെല്ലാവരും. ഇല്ലെന്ന് ആരും പറയില്ല, നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. റെനീഷ ആണെങ്കിൽ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് വന്നത്. അപ്പോൾ അർജുനോടും ശ്രീധുവിനോടും ഇഷ്ടമാണോ എങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ എങ്ങനെയുണ്ട് ലൈഫ്, എന്തായി, എങ്ങനെയൊക്കെ ഉള്ള കുറേ ചോദ്യങ്ങളുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും വെറുതെ ഇരുന്ന് സംസാരിച്ച് വെറുതെ ഇരുന്ന് ചിരിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അതാണ് രസകരമായത്. പിന്നെ അർജുനും ശ്രീധുവും ബിഹൈൻഡ് വുഡ്സിൽ നൽകിയ ഈ ഇൻ്റർവ്യൂ ഇപ്പോൾ തന്നെ ഭയങ്കര വൈറലായി മാറിയിട്ടുണ്ട് കേട്ടോ. അർജുൻ ചെന്നൈയിൽ വന്നിട്ടാണ് ഈ ഇൻ്റർവ്യൂ നടന്നിരിക്കുന്നത്. ശ്രീതു കേരളത്തിലേക്ക് വന്നിട്ടില്ല. ശ്രീതുവിനോടും അർജുനോടും ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പം നിങ്ങളുടെ പരിപാടി. അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പം എന്താണോ നടക്കുന്നത് അതാണ് ഞങ്ങൾ ഹാപ്പി ആയിരിക്കുക, അല്ലാതെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തുണ്ടാവും, ഫ്യൂച്ചറിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല. ഇപ്പം എങ്ങനെയാണോ കരിയർ സെറ്റ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ കുറേ പേര് കമൻറ്റുകളായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഓർത്ത് വെച്ചോ ഇനി ഒരു 3 വർഷം കഴിയുമ്പോൾ ഇവർ ഒന്നായിരിക്കും, ഇവരിപ്പോൾ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് പറയാത്തത് അതുകൊണ്ടാണ് എന്നിങ്ങനെ രീതിയിലാണ് കമൻറ്റുകൾ മൊത്തം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കിടയിൽ ഒരു സ്നേഹമുണ്ട്, ഒരു പ്രത്യേക കെമിസ്ട്രി വർക്കൗട്ടാണ്, അത് 100% ഉറപ്പാണ്. പിന്നെ രണ്ടുപേരും ജെനുവിനാണ്, രണ്ടുപേരുടെയും ക്യാരക്ടർ ഒരേപോലെയാണ്, കുറേ സിമിലാരിറ്റീസ് ഉണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം മേ ബി ഈ ഫ്യൂച്ചറിൽ എന്ത് വേണമെങ്കിലും നടക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റെനീഷ നിങ്ങൾ എന്താണ് പ്ലാൻ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് കുറച്ച് പ്രൊജക്റ്റുകളുണ്ട്, അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ശ്രീധുവായാലും അങ്ങനെ പറയുന്നു. ഞാൻ അപ്പോൾ അർജുനോട് ചോദിക്കുന്നുണ്ട് കുറേ കമ്മുകിമാരെ മെസ്സേജ് അയക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്ക് കൂടുതലും ഇൻഫ്ലുവൻസ് ഇങ്ങനെ ഇതായിട്ടേ വരാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്.